നല്ല ആവി പറക്കുന്ന പുട്ടാണ് കേട്ടോ, ആവി പറക്കുന്ന പുട്ടാണ്. ഗോതമ്പ് പുട്ടിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് അടി കേട്ടോ. അതുപോലെ ഗോതമ്പ് പുട്ട് കാണുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുക. സാധാരണ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഇതിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കണം. ഒന്നുകിൽ നല്ല മുട്ടക്കറി അല്ലെങ്കിൽ നല്ല കടലക്കറി. ഈ സംഭവത്തിന് സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറി ആയിരിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ഇവൻ കുറച്ച് കുറുമ്പുകാരനാണ്. അപ്പോൾ ഇവനെ സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന കറി ഉണ്ടെങ്കിലുണ്ടല്ലോ ഇത്രയും ടേസ്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡിനും കിട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. പക്ഷെ നല്ല കറി ആയിരിക്കണം ഇവൻ്റെ കൂടെയുള്ളത്. ഒന്നുകിൽ നല്ല അടിപൊളി നേന്ത്രപ്പഴം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം പഴുത്ത മാമ്പഴം ഉണ്ടെങ്കിൽ അതും സെറ്റാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല കറിയാണ്, കടലക്കറി. അതുപോലെ തന്നെ നല്ല ഒന്നാം തരം മുട്ടക്കറിയിൽ നല്ല മുട്ട പുഴുങ്ങിയത് അതും കൂട്ടി മിക്സ് ചെയ്താൽ പൊളി ഐറ്റം. ഇനി വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. മത്തിക്കറിയും ബെറ്ററാണ് കേട്ടോ, മത്തിക്കറിയും അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് പറ്റുന്ന കോമ്പിനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും. ഓക്കെ.